ഞാൻ ദൈവദാസനെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ നിങ്ങളോട് പറയേണ്ട വാക്കുകളെല്ലാം മിക്കവാറും ആളുകളോട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡാളസിൽ കുടുംബമായി താമസിച്ച് കർത്താവ് തന്നെ വിളിച്ച വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം അദ്ദേഹത്തെ ആയിരുന്ന സ്ഥലത്തൊന്നും, ഞാൻ എഴുതിയതുപോലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു പ്രൊഫഷണൽ. എന്നാൽ അത് വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ചു. ഇന്ന് അദ്ദേഹം വൈദിക വിദ്യാഭ്യാസം തുടർന്നുമാനം ചെയ്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ഡാളസിലെ ഒരു ഭാഗത്ത് നമ്മുടെ 2ാം തലമുറയെയും 3ാം തലമുറയെയും ദൈവത്തിന്റെ ഭാഗത്തെ കൊണ്ടുവരുവാൻ ജേർണി 21 എന്ന സഭ സ്ഥാപിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഉത്തമമായ ബാഹ്യമായ യാതൊരു ബന്ധവുമില്ല, ആത്മീയമായ ബന്ധം മാത്രമേ ഉള്ളൂവെങ്കിലും ഞങ്ങളുടെ മനസ്സുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അദ്ദേഹം ദൈവം സംസാരിക്കുമ്പോൾ പ്രാർത്ഥന പരിസം ശ്രദ്ധിക്കാം. He is going to speak in English. He is very fluent in English. That is the reason he is talking in English. Please bear with us. ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന കാരണം കൊണ്ട് പ്രിയപ്പെട്ടവരെ, അറിയാത്ത ദൈവമക്കൾ ഒന്ന് ബെയർ ചെയ്യണമേ. ഞാൻ എല്ലാവരെയും അങ്ങനെ അറിയിച്ചിരുന്നു. ചില അത് നിമിത്തമായി ഇന്ന് രാത്രിയുടെ കയറിയിട്ടുണ്ടെന്ന് അറിയാം. Thank you everybody. Welcome the pastor tonight to preach from the word of God. പാസ്റ്റർ ജോർജ് പാസ്റ്റർ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ പാസ്റ്ററിൻ്റെ ഓരോ അഡ്വൈസ് തന്നിരിക്കുന്ന കൗൺസിലിംഗ് ഒക്കെ എൻ്റെ ശുശ്രൂഷയിൽ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഈ ഒരു സമയത്ത് എന്നെ വിളിച്ച് തരാൻ പാസ്റ്റർ കാണിച്ച ആ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ ഇവിടെ ഡാലസിലെ ജേർണി 128 ചർച്ച്, കൊലോസ്യർ 1:28 ആ വാക്യത്തെ ആസ്പദമാക്കിയുള്ള ഞങ്ങളുടെ ചർച്ചിന്റെ വിഷനാണ്. അതിനോട് ചേർന്നാണ് ജേർണി 128. ഞങ്ങളിവിടെ ഒരു 2nd, 3rd, 4th ജനറേഷനെ റീച്ച് ഔട്ട് ചെയ്യുന്ന വിധത്തിലാണ് ഞങ്ങളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ചർച്ച് തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു ചർച്ചാണ്. ഇവിടുത്തെ നോർത്ത് ടെക്സസ് ഡിസ്ട്രിക്റ്റുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ട് ഞങ്ങൾ കടന്നു പോകുന്നു. ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും ഇടയ്ക്ക് മലയാളം പറയാൻ ശ്രമിക്കാം. സാധാരണയായി ഞാൻ കൂടുതലും ഇംഗ്ലീഷിലാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. എങ്കിലും എല്ലാവർക്കും മനസ്സിലാകും എന്നെനിക്ക് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. Yeah, I really enjoyed this time of prayer. God has been answering our prayers. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ മടുപ്പില്ലാതെ വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാകുന്നത്. We never give up on prayer, and that is the power of prayer, because we trust God. Our God is able to hear our prayers, and he's able to answer our prayers in his time. ദൈവത്തിന്റെ സമയത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണല്ലോ ദൈവസന്നിധിയിൽ നാം വീണ്ടും കടന്നു വന്ന് നമ്മളും ദൈവത്തോട് നമ്മൾ യാചന കഴിക്കുന്നത്. That is the confidence that we have in Jesus. So ഇന്ന് രാത്രികാലം I want to talk about from the book of 1 Kings chapter 17 and 18. As you know, you have heard this before many times, sermons on 1 Kings 17:18. ഒന്ന് രാജാക്കൻ പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിന്റെയും 18-ാം അധ്യായത്തിന്റെ വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. I want to share a little bit about the life of Elijah. As you know, you have heard stories. The story of Elijah is it's a story that helps us to build our confidence, what God wants to do through our lives, and we want to start with the first verse. It says, the people of Israelites were living in darkness and rebellion, and for 60 long years they were following idolatry. They went away from God, and there's so much of a spirit of darkness has taken over the nation of Israel, and God is raising a prophet like Elijah to stand up in that generation to bring the people back to God, because these people have experienced God once before, but they have lost their relationship with God, and as a result of it, God has put them into darkness. Because anytime that when idolatry comes into the play of our lives, or whether it's whatever it is, idolatry doesn't mean that we are bound before certain idols. ചില ബിംബങ്ങളുടെ മുമ്പാകെ ചെന്ന് നമസ്കരിക്കുന്നത് മാത്രമല്ല നമ്മൾ കാണുന്ന ഐഡോളട്രി എന്ന് പറയുന്നത്. സോ ഇവിടെ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് പകരം മറ്റെന്തിനു നാം കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് വിപരീതമായി ചെയ്യുന്ന കാര്യങ്ങളാണ്, ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിന് എപ്പോഴും അതൊരു വേദന ഉണ്ടാക്കുന്നതാണ്. തൻ്റെ ജനം
തന്നെ എപ്പോഴും ആരാധിക്കണം, കർത്താവിനെ സേവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കുന്നത്. ഈ തലമുറയിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു ശബ്ദമായിട്ട് നാം ഇവിടെ എഴുന്നേൽക്കണമെന്നാണ് എൻ്റെ ഒരു ആഹ്വാനം. അത് എങ്ങനെ നമുക്ക് സാധിക്കാൻ കഴിയും? കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒരു പക്ഷെ നിരാശ ഉണ്ടാവും. എന്നെ കൊണ്ട് പറ്റുമോ, ഇത് നടക്കുമോ, ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ we get so discouraged and disappointed by things. But if you have God on your side, who can be against you, right? ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് ശത്രുവിനെ എന്തിനു ഭയപ്പെടണം? So that is the confidence that we have. And അങ്ങനെ നോക്കി ഇരുന്നപ്പോഴാണ് ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിന് തന്നെ ഒരു നല്ലൊരു അർത്ഥമുണ്ട്. ഏലിയാവ്, എലോഹീം എന്ന വാക്കിന് ആദ്യത്തെ അക്ഷരവും, യാവേ അല്ലെങ്കിൽ ജഹോവ എന്ന ജയുടെ ഭാഗം ജഹോവ, ഐ എന്നുള്ളത് മൈൻ, മൈ ഗാഡ് ഇസ് ജഹോവ, എന്റെ ദൈവമായ യഹോവ എന്നാണ് ഏലിയാവിന്റെ വാക്കിന്റെ അർത്ഥം. എന്റെ ദൈവമായ യഹോവ. ദൈവം തെരഞ്ഞെടുത്ത നാം ഓരോരുത്തരും നമുക്ക് പറയാൻ ഒരു അവകാശമുണ്ട്. എന്റെ ദൈവം എന്ന് പറയുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. So God, my God is Jehovah. That is the name Elijah means. And number two, his land, where he comes from, it's a Gilead, Tishbite, Gilead, which is a mountainous, some rugged village somewhere in not a very popular place, not a place that people expect to come from. He didn't come from a palace. He didn't come from any of the well-known places. He came from a place very unknown to the most people in that area. That is why when he came in the scene, who is this guy? So ദൈവം തെരഞ്ഞെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കും ഭയങ്കര പ്രാപ്തിയും കഴിവും വിദ്യാഭ്യാസ സമ്പന്നരും അല്ലെങ്കിൽ അങ്ങനെ പിടിപാടും കാശും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ദൈവം തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവര്, നമ്മൾ ഒരു ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ദൈവം എങ്ങനെയുള്ളവരെയാണ് തെരഞ്ഞെടുക്കുന്നത്? ബുദ്ധിഹീനരായവരെയും അല്ലെങ്കിൽ സമൂഹത്തിൽ തള്ളപ്പെട്ടവരും ആരും ഗണിക്കാതെ അവഗണിച്ചവരൊക്കെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ we have to keep in mind God has a calling upon our lives. God has a calling upon this generation. It is not for us to give up in our hope or dreams. God has a purpose, and we need to discover God's purpose for our lives. And we have the potential. We need to understand. Maybe, some people say, you don't have the calling, or you don't have that gift, or you're not meant to do this. Maybe they'll discourage you with certain words. People always tend to discourage. Maybe it's because of their jealousy. Maybe because of they don't see because when God sees you, he sees who you are. You are his beloved, his children. He's anointed. ദൈവത്താൽ അഭിഷേകപ്പെട്ട പ്രാപിച്ചവരാണ് നാം എന്നുള്ളത്. ഇവിടെ നമ്മൾ ഏലിയാവിനെ വായിക്കുമ്പോൾ he comes from a place from Tishbite, and we're going to look at this. And he tells them, and from this story, from the text we know, King Ahab and Jezebel, these two combination, it's the most wicked people. No one dared to stand before these two couple because they got the power, they're wicked, influence, they will dare to do anything. I mean, Elijah, if he's not careful, he will be cut off immediately by them, physically cut off. In that sense, what God is telling Elijah, to go and face King Ahab. And look what it says: as surely as the Lord, the God of Israel lives. I don't know about the God I serve, there will be no dew or no rain during the next few years until I give the word. അപ്പോൾ ഇവിടെ നാം മലയാളത്തിൽ അങ്ങനെ ഒന്ന് വായിക്കാം. അതിന്റെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ ഒരു പക്ഷേ നിൽക്കാം. അവിടെ നാം വായിക്കുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം. ഏലിയാവ് ആഹാബിനോട് ഞാൻ സേവിച്ച് നിൽക്കുന്ന തന്റെ ധൈര്യം ഒന്നും നോക്കി, കറേജ്, ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ശത്രുവിനെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അനോയിന്റഡ് ആണ്, നമ്മൾ ഗിഫ്റ്റഡ് ആണ്. നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ ബലപ്പെടുത്തുന്ന ശക്തിയാണ്. നാം പ്രാപിച്ചിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. നാം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെയാണ്. അതുകൊണ്ട് ഇവിടെ ആഹാബിന്റെ മുമ്പിൽ ധൈര്യത്തോടെ ചെന്ന് നിന്നുകൊണ്ട് ഈ സാധുവായ ഈ മനുഷ്യൻ പ്രവാചകനായിട്ടില്ല ഇതുവരെ,
പക്ഷെ പ്രവാചകനാകുന്നതിന് മുമ്പേ ആ ഏലിയാവ് ചെന്ന് ധൈര്യത്തോട് പറയുന്ന ചില വാക്കുകളാണ് നമ്മുടെ വായിച്ചത്. God, there will be no dew or rain during the next few years until I give the word. അത് കഴിഞ്ഞിട്ട് then the Lord said to Elijah, go to the east and hide by Kerioth Brook, near where it enters the Jordan River. അവിടെ അത് കഴിഞ്ഞിട്ട് God says, telling Elijah, now I want you to go and hide by the Kerioth Brook. എന്ന് വെച്ചാൽ എന്തിനാണ് ദൈവം ഏലിയാവിനോട് പറഞ്ഞത് നീ ഇപ്പം പോയി എന്താ പറഞ്ഞ ഹൈഡ് ചെയ്യാൻ? യഹോവയുടെ അരുളപ്പെടുന്നതിനാൽ നീ അവിടെ നിന്ന് പുറപ്പെട്ട കിഴക്കോട്ട് എന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടരികെ ഒളിച്ചിരിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥമാണ്. ദൈവം ഒരു വാക്ക് തന്നിട്ട് പറയാം പോയി ഒളിച്ചിരിക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ പ്രിപ്പറേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. ഏലിയാവിനെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിൽ ഒക്കെ ഇനി തരണം വരാൻ പോകുന്ന പ്രതിസന്ധികൾ അതിജീവിക്കണമെങ്കിൽ ഏലിയാവിന് ചില പാഠങ്ങൾ, ലൈഫ് ലെസൺസ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറെ കൂടെ ബിൽഡ് ചെയ്യണം. അല്ലെങ്കിൽ ചെന്ന് ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ 18-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ വെച്ചപ്പോൾ ഏലിയാവ് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോകും. എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല കർത്താവേ, ഇത് വേറെ ആളെ കൊണ്ട് ഏൽപ്പിക്കുക, ഇതിനൊന്നും ഞാൻ യോഗ്യല്ലെന്ന് പറയും. പക്ഷെ അത് വരാതിരിക്കാൻ വേണ്ടി ദൈവം ഏലിയാവിനെ ഒരു പ്രിപ്പറേഷനിൽ കൂടെ കടത്തിവിടുന്നതാണ്. തന്നോട് പറയുക പോയി ഒളിച്ചിരിക്കുക. ഇവിടെ ഒളിച്ചിരുന്ന് എന്തിനാ? അവിടെ ദൈവം അദ്ദേഹത്തെ he wants to protect him from King Ahab. Number 2, he wants to train him in the presence of God. And അവിടെ ചെന്നിട്ട് ദൈവം പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് അവിടെ വെച്ച് ഒരുക്കാൻ പോകുന്നത്. I will provide for you. ആദ്യത്തെ എന്റെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, sometimes God calls you to stand alone. ഒറ്റയ്ക്കാണെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായി നിൽക്കാൻ ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ ആഹ്വാനം ചെയ്യുകയാണ്. Sometimes God calls you to stand alone in the midst of persecution, in the midst of trials. എനിക്കറിയാം ഈ പ്രേയർ ലൈൻ കേൾക്കുന്ന നിങ്ങൾ ചിലര് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയവരുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം വിളിച്ചിറക്കി ഇന്ന് വരെയും ദൈവത്തിന്റെ വിശ്വസ്ത കരങ്ങളാണ് നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെട്ടു, നിങ്ങൾ ഒളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ പോലും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കാം. പക്ഷെ അവിടെ എല്ലാ സാഹചര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കി പറയാൻ കഴിയും, എന്റെ ദൈവം വിശ്വസ്തനാണ്. My God is faithful. He has never let me down. He's always faithful. He kept his word and he protected me and he loved me and he cared for me. അതാണ് ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നാം അതുപോലെ വിശ്വസിച്ച് നാം മുൻപോട്ട് വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ലജ്ജിക്കാൻ ഇടവരുത്തില്ലെന്നുള്ളതിന്റെ ഒരു സാക്ഷ്യം കൂടെയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഞാനും എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് കർത്താവിന് വേലയോട് ബന്ധം ഞാൻ മുന്നോട്ട് വന്നത്. പക്ഷെ ഇറങ്ങിയപ്പോൾ പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി, നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് പലരും. ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ ഇച്ചിരി മനസ്സിൽ ഒരു ഡിസ്കറേജ്മെന്റ് അല്ലെങ്കിൽ മടുപ്പൊക്കെ ഉണ്ടായെങ്കിൽ പോലും. പക്ഷെ ഇന്ന് ഞാൻ 20 വർഷം ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കി പറയാം, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആത്മീക വിശ്വാസത്തിന്റെ പാഠങ്ങൾ അത് പുസ്തകത്തിൽ നിന്ന് പഠിച്ചാൽ കിട്ടത്തില്ല, കമന്ററിയിൽ നിന്ന് പഠിച്ചാൽ കിട്ടത്തില്ല. ജീവിത അനുഭവങ്ങൾ കൂടെ നാം കടന്നുപോയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ, എന്റെ ദൈവം നീതിമാനാണ്, വിശ്വസ്തനാണ്, അവനെ ലജ്ജിപ്പിക്കയില്ല, അവൻ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അവൻ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം ദൈവം പറയുന്നത് പോലെ നാം ചെയ്യുന്നത്, നാം കൽപ്പിക്കുന്നത് പോലെ നാം ചെയ്താൽ, ദൈവത്തിന്റെ ദാസനായ ഏലിയ ഒറ്റയ്ക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ആരും തന്നോട് കൂടെയില്ല, കാരണം എല്ലാവരും പിന്മാറ്റത്തിൽ പോയിരിക്കുകയാണ്. പക്ഷേ അതിൽ ദൈവം കണ്ട ഒറ്റ ഒരാളെ ഉള്ളൂ, ഏലിയാവിനെ കൊണ്ട് പറ്റുമെന്ന് കരുതിക്കൊണ്ടാണ് ദൈവം ഏലിയാവിനെ ആ ഒരു കേരീത് തോട്ടിന്റെ അനുഭവത്തിൽ കൂടെ കടത്തിവിടുവാൻ ദൈവം ആഗ്രഹിച്ചത്. He came and sometimes God calls you stand alone, and he said, look at in Ezekiel chapter 22 verse 30, you can read that later, and he said, Elijah said to the people, I alone am left a prophet of the Lord, but Baal's prophets are 450 men. Look at how much the contest that is going through. God is always looking for special people at difficult times. Why? To stand him in the midst of chaos and corruption, to speak for him as his voice to this generation, to live for him, to represent his name and glory, because our Lord is always searching for people who will make a difference. That is my first challenge to this congregation. God is looking at you and look, you have
You are a special person. You are a gifted person. You're an anointed person. You're not to sit back. You're not going to waste your life by chasing the pleasures of this life. God is calling you to say, look, I want you to step up and take a role in the church and do something for the kingdom of God. Don't waste your life, because I see a lot of young people who are really gifted and who have a lot of calling upon their lives, but they just don't have that. Maybe they're not in the right environment, or maybe they're in the wrong crowd, or something is just pulling them away from God, and they are lost their purpose in life. Today, I'm challenging. God is looking at you and say, look, I want to be you to be the Elijah of this generation. I want you to step up, and I want you to take the role and the mantle and the anointing that God has prepared for you. And it's time for us to make some sacrifice for it. Anointing doesn't come cheap. It's a price to be paid. And Elijah is willing to pay that price, and he's training them in this through the brook. Look, I want to move on quickly. Sometimes God will send you alone in solitude and silence. And in those verses, so Elijah did as the Lord told him. See, number 2 is God will provide for you as we follow his guidance. God will provide for you. Look, God told him, I want you to go and hide. And then he said, look, there you will drink from the brook and eat what the ravens bring to you. In other words, this ravens is bringing him food the morning and the night, a free catering service by God. I mean, now we're going through the pandemic, and now people have lost a job, and people have gone through so much in their life and trials in life. You know what? God will provide for you. God will provide for you. He's a faithful God, one who promised you. He's faithful. He will never leave you, and he will never forsake you. He said, look, I am going to provide for you because that is my word to you. Devam nammalodu oru vaaktatham cheyidittuണ്ടെങ്കിൽ ദൈവത്തിന് മറവിയില്ല. ദൈവം തക്ക സമയത്ത് ആ വാഗ്ദത്തങ്ങളെ നമുക്ക് വേണ്ടി നിറവേറ്റുന്നവനാണ്. ദൈവം ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവം അബ്രഹാമിന് വേണ്ടി ഒരു ആട്ടിൻകൂട്ടത്തെ അവിടെ കരുതിയതുപോലെ, അല്ലെ? ദൈവം അബ്രഹാം ഐസാക്കിനെ യാഗം കഴിക്കാൻ പോയപ്പോൾ യഹോവ ജൈറ, മൈ പ്രൊവൈഡർ എന്ന് പറയുവാൻ തക്കവണ്ണം അബ്രഹാമിന് ഒരു സാക്ഷ്യം ദൈവം കൊടുത്തു. That is the faithfulness of God. God will provide, even though after a while this brook was dried up, right? Sometimes ദൈവം ഒരുക്കിയ ചില നന്മകൾ ഒരു പക്ഷേ ദൈവം തന്നെ അത് അടച്ചെന്ന് വരാം. എന്തിനാ? ഒരു പുതുവഴി തുറക്കാൻ വേണ്ടി. ദൈവം, അല്ലെ? ഒരു അനീതിക പാട്ടുണ്ട്, ഒരു വഴി അടയുമ്പോൾ ദൈവം പുതുവഴി തുറക്കും. Praise the Lord. ഇവിടെ ദൈവം പറഞ്ഞിട്ട് പോയ ആ മനുഷ്യൻ, he went and did exactly what God told him to do, and he obeyed it. After a while, you see that verse 7, after a while the brook dried up, for there was no rainfall anywhere in the land. Sometimes God will dry up our brooks. Why? Not to hurt us, not to harm us, not to make our life miserable and inconvenience. God doesn't take any joy in making the life of his children miserable. He doesn't take up any pleasure in making our life more worse than what we are going in this world. Amen. I mean, God has a way to heal you, to recover you, redeem your life, and he's a faithfulness of God. And that is what it is. I can tell you from my own experience, when we step out into the full-time ministry, I was working as an engineer, I was making job. I had in one of the prominent company in Dallas area, we bought a house, we bought a car. We have 2 children. We were having life going well for us, and then all of a sudden I got laid off from work, and I wasn't very happy about it. Just a few months or maybe less than a year into buying into new house, all of a sudden, we are financially, everything is broke. Everything like almost seemed like everything bottom fell out, and we don't know what to do. And we were so much confused and panicking, and what to do, and what is God telling us to do in this season of our lives. And we went through a season of discouragement, disappointment, even questioning God for when that season. We felt like the brook is so dried up. Like, where are we going to find resources? We couldn't go and ask anybody for help. We didn't feel like, because we felt like it's probably an embarrassing thing at that moment. And so we kind of gave up all that dreams and hopes and ambitions in life. Let me tell you, we never gave up hope. We still kept on our hope alive, because God gave us the grace
ways to keep our hope alive. And we know that he has promised us and he will provide for us. And if he made us to buy that house and that car and everything, he will help us to keep that house and he will keep that for us. Let me tell you, for the glory of God, God provided for us after a while, and we were able to manage more, our finances. But then again, God dried up that brook again. And then I started doing soul searching about my own life. And I started asking God, what do you want me to do? And God said, look, I have called you for my work. This is time for you to now come out of your comfort zone. And I want you to go into the ministry. And that is what I decided to go full-time ministry from 2000 till 21. Let me tell you, money was never an issue. God always provided for me. God always led me faithfully, and that is the grace of God upon my life. I have nothing to brag or boast about except in the grace of God. See, I'm encouraging you, if God is asking you to do anything, trust him and obey him and step out in faith, and he will make a way for you. He will prepare a job for you. Even one job, if you get laid off, if you're dealing with the laid off from work today, don't worry about it. You know what? God is able to make a provision for you. Look what the next step in the life of Elijah, he's going to Zarephath, and look how God provided for them. If one brook is dried up, he's going to prepare another resource, another source for you to honor you, because God is in the business of honor and exalting his name through you. ദൈവത്തിന് ഒരു സാക്ഷിയായി തീരാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു വഴി അടഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നന്മ നമ്മളിൽ നിന്ന് പോയി എന്ന് നമുക്ക് തോന്നിയാൽ അത് പോയതായിട്ട് കരുതണ്ട. ദൈവം ഒരു മഹത്വകരമായ ഒരു വഴി എനിക്ക് ഒരുക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണെന്നുള്ള ഒരു ദൈവത്തോടുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ പ്രതിസന്ധികൾ നമുക്ക് അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രുക്ക് ഡ്രൈഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴി അടയുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട്, നമ്മൾ സ്ട്രെസ്സായി, ഇല്ലാത്ത രോഗങ്ങളെല്ലാം ആൻസൈറ്റി മൂലം ഉണ്ടായി, നമ്മുടെ ഹൃദയം അങ്ങ് ക്ഷീണിച്ച് തണുത്ത് ആരാധനയ്ക്ക് പോകാനും താല്പര്യമില്ല, പ്രാർത്ഥിക്കാനും ഒരു താല്പര്യമില്ല, പാടാൻ താല്പര്യമില്ല, സൂം മീറ്റിംഗ് വരാൻ താല്പര്യമില്ല, ഒന്നിനും ഒരു സന്തോഷമില്ല. എങ്ങനെയാണ് അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നത്? അങ്ങനെയുള്ള സാഹചര്യങ്ങളല്ല നാം മടുത്തു പോകേണ്ടത്. നാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ദൈവത്തെ കൂടുതലായി മഹത്വപ്പെടുത്തണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നന്മകൾ മാത്രം ലഭിക്കുമ്പോൾ മാത്രം ദൈവത്തെ ആരാധിച്ചിട്ട് കാര്യമില്ല. നന്മകൾ ഇല്ലെന്ന് തോന്നുമ്പോഴും യോബിനെ പോലെ ആയിരിക്കണം. എന്തുകൊണ്ട്? ഞാൻ അവനെ കാണും, അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൗലോസിനെ പോലെ വിശ്വാസം ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് കാണുമ്പോഴും കേൾക്കുമ്പോൾ വിചാരിക്കും, നമ്മുടെ ഈ നല്ല സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും അല്ലാത്ത സമയങ്ങളിൽ ദൈവത്തെ പഴിചാരുകയും എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് അത് ഒരു സാക്ഷ്യമല്ല, മറ്റുള്ളവർക്ക് അത് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും വഴി ഇന്ന് പകൽ രാത്രിക്കാൽ നിങ്ങളുടെ പോയി എന്ന് തോന്നിയാൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യപ്പെടുക. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവത്തിന് വലിയ ഉദ്ദേശം നിങ്ങളെ കുറിച്ച് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ ലജ്ജിപ്പിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അത് ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. എന്റെ തലയവൻ അത് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ആമേൻ. ആ വിധവയ്ക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. സാറാഫാത്തിലെ വിധവയ്ക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ ഇവിടുന്ന് പോകട്ടെ. അവിടെ ഏലിയാവ് 20-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ 17:20 he prayed for that son. Elijah cried out to the Lord, "Oh Lord my God, why have you brought tragedy to this widow who has opened her home to me, causing her son to die?" And he stretched himself out over the child 3 times and cried out to the Lord. അവിടെ ഏലിയാവ് അവിടെ ആദ്യം പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. അവിടെ ആ മകന് വിടുതൽ ലഭിക്കുന്നു നാം കാണുന്നു. അതിന്റെ 18-ാം അധ്യായം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിലൂടെ അവസാനിപ്പിക്കാം. Praise the Lord. In the verse 8, in the 18, where we read about now Elijah is about to confront the King Ahab. Look at quickly in closing. I'll make it fast. Look at verse 30. Here's the contest between the Ahab, the prophets of Ahab, and Jezebel, and they're going to go there. And now verse 20.
chapter 18, verse 30, then Elijah called the people, come over here. They all crowded around him as he prepared the altar that had been torn down. Now we see God is about to do his work through prophet Elijah. He's going to do a work through Elijah. What he's doing is he's preparing a revival. He's preparing a revival to bring. One thing he did is, look, he called the crowd to come over here. And he said, first thing he did is what? The Lord, and he used the stones to rebuild the altar in the name of the Lord. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വിടുതൽ, ഒരു റിവൈവൽ, പേഴ്സണൽ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് റിവൈവൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തെ നാം പുതുക്കി പണിയണം. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ നാം പുതുക്കി പണിയണം. എന്നാൽ ദൈവത്തിന്റെ ഒരു വലിയ റിവൈവൽ, ഒരു വലിയ ഉണർവ് വരാൻ ദൈവം നമ്മളിൽ കൂടെ വരുത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ അത് കുടുംബങ്ങളായി ഒരുമിച്ച് ഇരുന്നുകൊണ്ട്, കുഞ്ഞുങ്ങളുമായി ഒരുമിച്ചിരുന്ന് ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ പുതുക്കി പണിഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലും ആ പ്രാർത്ഥനയുടെ ആത്മാവിന്റെ ആ ഒരുക്കത്തിലും കടന്നു വരുമ്പോൾ മാത്രമേ ഒരു ദൈവത്തിന്റെ അഗ്നി ഇവിടെ ഇറങ്ങി വരികയുള്ളൂ, ദൈവ തേജസ് വെളിപ്പെടുകയുള്ളൂ. ഇവിടെ നാം കാണുന്ന ഏലിയാവിനെ ദൈവം പടിപടിയായി ആത്മീയ മൗണ്ട് കർമേൽ വരെ പോകുന്ന അനുഭവത്തിലേക്ക് പടിപടിയായി ഉയർത്തുകയാണ്. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിനു ശേഷം പിന്നെ വരുന്ന അതിന്റെ വാക്യങ്ങൾ നാം വായിക്കുന്നു. എങ്ങനെയാണ് ദൈവം ഏലിയാവിനെ ഒരു വലിയ ഒരു വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. We see that is he prepared a contest and his preparation for revival. Let me move on fast quickly here. If you want a revival, there has to be solidarity of God's people. There has to be a separation of God's people from the world. There must be a supernatural encounter with God in the moment. And there should be a prayer of dedication and confession. Look at the verse 36. At the usual time for offering the evening sacrifice, Elijah the prophet, at the usual time for offering the evening sacrifice, Elijah the prophet walked up to the altar and prayed, oh Lord God. This is again, the life of Elijah is a life of prayer. That's my point. You know what? He is growing up and maturing in faith, maturing in prayer. Look, he started in chapter 17 as an ordinary man, but throughout his life experience, God is building up his faith, his confidence in God, and building up his prayer life. He saw a miracle with the Saraphat. Now he's seeing another encounter of God's fire coming down at the altar. Now he's like, God is preparing. Why? God will give you some trials in our life. God will give you some situations, circumstances in your life. Just like we go to the gym and we work out and we build, by resistance, our muscles builds up. Just like through some resistance in life, resistance, we build our faith, we build our spiritual life and our growth. And that's what we see in the life of Elijah. And here it says, look what he did. He prayed that beautiful prayer. And 38 വാക്യത്തിൽ മലയാളത്തിൽ വായിച്ചു. 18-38. Amen. Praise the Lord. Amen. ആർക്കൊക്കെ ഇവിടെ ദൈവ പ്രവൃത്തി കാണാൻ ആഗ്രഹമുണ്ട്? Praise the Lord. എന്റെ സഭയിൽ ഒരു ദൈവ പ്രവൃത്തി കാണണം, എന്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി കാണണം, എന്റെ കുടുംബത്തിൽ ദൈവ പ്രവൃത്തി കാണണം, എന്റെ കുഞ്ഞുങ്ങളിൽ ആ ദൈവ പ്രവൃത്തി കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ചില കാര്യങ്ങൾ ജീവിതത്തിൽ ക്രമീകരിക്കണം. പുത്തുവരുത്തത്തിലുള്ള ജീവിതം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ദൈവ പ്രവൃത്തി കാണാൻ ഇടയാകുകയില്ല. ദൈവം ചില കാര്യങ്ങൾ, ദൈവം ചില അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ തന്ന ദൈവം നമ്മളെ മാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവമേ, എന്റെ കുടുംബത്തിൽ ഒരു റിവൈവൽ ഉണ്ടാകണം. എന്റെ കുടുംബത്തിലല്ല, എന്റെ കുഞ്ഞുങ്ങളിൽ, ഈ തലമുറയിൽ പിശാച് വളരെ വളരെ വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. If you know this generation, as I work with the young people a lot here in Dallas area, I know they're confused, they're going through depression, they're going through so many emotional crisis, and they need help, and they're looking for people to help them in those areas and to encourage them and build them up in faith, because the Satan is working overtime to destroy the young people's potential, their purpose in life. And today we as adults and pastors and leaders who are listening to me right now, I'm encouraging and challenging as well to take that's a burden in your heart. Lord, I want to see a revival in
this generation, especially among the young people, because God is looking for young people. Because നമ്മുടെ കാലശേഷം കഴിയുമ്പോൾ അടുത്ത തലമുറയെ നാം ഒരുക്കി വാർത്തെടുക്കുന്നില്ലെങ്കിൽ, if you are not preparing a next generation, then we are going to miss out something big, for the kingdom of God. And so I'm encouraging everyone today. I know the church is doing so much for the young people. I know community is doing but there are some kids who are desperate for help, who's looking and asking for a lot of questions, even their questioning about the faith, and they're almost like practical atheists, or they're becoming agnostics, and they're thinking there are a lot of doubts about existence of God, and there's so many things our younger generation are battling in their life, and today we need to ask God, what can I do to help these young people to serve him and to know him and to experience his power in their lives. And so God wants to send a revival in this generation because of Elijah. Because Elijah stepped into the scene, this is why a revival was taking in that generation. Imagine 60 years these people are living in darkness, and there is no godliness, there is no spirituality, there is no church existing. Every church has been losing members, and everywhere in those days, let's say. And here is God says, I'm looking for a prophet like Elijah, who's going to bring a revival in that generation to turn the heart of these people from the wicked ways and turn them to God. If you want to see this generation to turn away from wickedness to God, there got to be a supernatural encounter has to happen in the midst of the church. That has to take place in the church. That has to take place in the family. We don't expect that to happen just in the church. You know, it takes a village to raise a child, we saying goes, right? In other words, revival must take place each individually. നമ്മളിൽ ഉണർവ് ആരംഭിക്കണം. നാം ഉണർത്തപ്പെട്ടാലേ എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഉണർത്തപ്പെടുകയുള്ളൂ. നമ്മുടെ കൂട്ടായ്മകളിൽ ഉണർത്തപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആരാധന ഉണ്ടായിരിക്കണം, പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ബൈബിൾ പഠനം ഉണ്ടായിരിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നാം സമയം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ സ്പിരിച്വൽ വാല്യൂസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും ഹെഡ് മാസ്റ്ററിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പാസ്റ്റേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഞായറാഴ്ച 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറേ അവരെ കാണുന്നുള്ളൂ. നിങ്ങളുടെ കൂടെയാണ്, പേരൻസിന്റെ കൂടെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ആയിരിക്കുന്നത്. അവർ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ചെയ്യുന്ന എന്തൊക്കെയാണ്, എവിടൊക്കെയാണ്, അവർ ഏതൊക്കെ ഇന്റർനെറ്റിലാണ്, ഏതൊക്കെയാണ് സൈറ്റിലാണ് പോകുന്നതൊക്കെ നിങ്ങൾ ഒരു നോട്ടം ഉണ്ടായിരിക്കണം. എങ്കിൽ അവരെ ശ്രദ്ധിച്ച് അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും അവരെ എൻകറേജ് ചെയ്യുകയും അവരെ ബിൽഡപ്പ് ചെയ്ത ഈ തലമുറ ഉണർത്തപ്പെട്ടാൽ നമ്മുടെ ദേശം ഉണർത്തപ്പെടുമെന്നുള്ള യാതൊരു സംശയമില്ല. So I'm encouraging, let's bring a revival in this generation like Elijah brought a revival. He was there to stand up in that generation. He was there to challenge the system in that generation, and he dared to stand against every wickedness. He didn't go with the crowd. ഒഴുക്കത്തിൽ പോയ ആള്, ഒഴുക്കിന്റെ കൂടെ പോയ ആളല്ല ഏലിയാബ്. ഒഴുക്കിനെതിരെ നടന്നവനാണ് ഏലിയാബ്. അതുകൊണ്ടാണ് ഉണർവുണ്ടായത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ ചലഞ്ച് ചെയ്യാണ് ഓരോരുത്തരും, എന്റെ കുടുംബത്തിൽ ഉണർവുണ്ടാകണം, എന്റെ സഭയിൽ ഉണർവുണ്ടാകണം, എന്റെ ഷിക്കാഗോ പട്ടണത്തിൽ ഉണർവുണ്ടാകണം, ഈ ഡാളസ് പട്ടണത്തിലല്ല, ഈ ലോകത്തെല്ലാം ദൈവപ്രവൃത്തി. നാം ജീവിക്കുന്ന ഒരു അന്ത്യകാലത്താണ് ദൈവജനമേ. We are living in the last days, and God wants to pour out his revival in the last days. And we need to, I'm so grateful for Pastor George, Pastor, for creating the Zoom meeting, encouraging the church to come together and to pray together, and for persecuted churches, for the younger generation. Pastor encouraged me, Pastor, I want you to speak to a young people, because, you know, we care about our young people. We love our young people. We want them to serve God. We want them to be used by God. So I thank you for the vision, Pastor, for communicating that to the church, and praise God for that. We need a revival in this generation. In closing, final word, look, finally Elijah is praying this final prayer, and I'm closing saying Elijah, verse 42, അതിന്റെ 41 അധ്യായം തൊട്ട് 45 വാക്യങ്ങൾ വരെ വായിച്ചിട്ട് ഞാൻ അവസാനം, സമയം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്.
Amen. Praise the Lord. അതിൽ 5 കൂട്ടം കാര്യം പറയാൻ അവിടെ അവസാനിപ്പിക്കുക. He separated himself. How? He went up to the mountain of Carmel. He humbled himself. He crouched down on the earth and put his face between his knees. His prayer was very specific. Elijah told his servant, look toward the sea. For one thing, what is the one thing? A sign of rain. Number 4, he was persistent in prayer. Go back 7 times. Number 5, he was expectant. And it came about the 7th time, he said, behold, a cloud as small as a man's hand is coming from the sea. This tells me God keeps his promises. God keeps his promises. Just as he told Elijah in the beginning of chapter 17, he completed that promise in chapter 18, in the last few verses of it, and he tells them, this is how God is going to bring a revival. He's going to bring a revival through our prayer. He's going to bring a revival through our commitment to his call. He's going to bring a revival when we seek his face and invite a generation to follow the will of God and the ways of God. And so finally, in closing, in 2 Chronicles 7:14, if my people called by my name humble themselves, right, repent, then I will heal the land and I will bring a revival in this nation. May God bless you with these words. the